ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയണ്ടേ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്ന കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സൽമാ എന്നാണ്, സൽമാ നാസർ. അപ്പോൾ പുള്ളിക്കാരി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽസ് ആൻഡ് സ്മൈൽസ് ഒരു സലൂണാണ് നടത്തുന്നത്. യൂണിസെക്സ് സലൂണാണ് പുള്ളിക്കാരി നടത്തുന്നത്. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് അറിയേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ സൽമയെ വിളിക്കാം. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. സൽമ, ഇതാണ് എൻ്റെ ഫ്രണ്ട് സൽമ. അസ്സലാമു അലൈക്കും. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ സലൂണൊക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോണു. അൽഹംദുലില്ലാ, നന്നായിരിക്കണം. വർക്കൊക്കെ ഉണ്ട്. കോവിഡ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം ശരിയായി വന്നു. നന്നായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ സൽമയുടെ സലൂൺ അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. ഗവൺമെന്റ് അംഗീകൃതമായ ബ്യൂട്ടീഷ്യൻ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത് സൽമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പി ചെയ്യുന്ന അങ്ങനെ പറയാം അല്ലെ, അങ്ങനെ ചെയ്യുന്ന നമുക്ക് ആവശ്യമായ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കസ്റ്റമറിനെ ഹാപ്പിയാക്കി വിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ട സൽമ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്യൂട്ടീഷ്യൻ കോഴ്സ് സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു തൊഴില് ആദ്യമായിട്ടൊരു ആള് വന്നു, ഒരു കുട്ടി വന്നു പഠിക്കാൻ വേണ്ടിയിട്ട് വരണം. അവളെ നമ്മളൊരു പഠിപ്പിച്ച് നല്ലൊരു തൊഴിൽ ഉണ്ടാക്കി അവിടെ സ്വയം പര്യാപ്തമായിട്ട് നിർത്തണ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അതെ അതെ, സ്ത്രീകൾക്ക് അവരുടേതായ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് മേഖലകളുണ്ടല്ലോ. അതിന് സേഫ് ആയിട്ടൊരു ഏരിയ ആണ് തോന്നുന്നു ബ്യൂട്ടീഷ്യൻ അല്ലെ. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് സ്വന്തമായി ഒരു പാർലർ ഇടാം. ഇപ്പൊ ഇന്ന സമയത്ത് നമ്മളൊരു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ 8 to 5 കറക്റ്റ് നമ്മൾ പോകും. ഇതങ്ങനെയല്ല, നമ്മുടെ കുടുംബവും ഒരു അടുക്കള, വീടിന്റെ അടുക്കള പോലെ തന്നെ ഉള്ള. എത്ര വർഷമായി സൽമ ഈ ഫീൽഡിലേക്ക്? 15 വർഷമായി. ഹാപ്പിയാണ്? കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പിയാണ്? ഫിലിം ഫീൽഡിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഇഷ്ടം പോലെ. അതെനിക്ക് അറിയാട്ടോ പേഴ്സണലി, അതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് കുട്ടികളെ നമുക്ക് തരുമെന്നും പാവപ്പെട്ട കുട്ടികൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതില് സൽമ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവ് ആണെന്ന് എനിക്കറിയാം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആളുകളോടൊന്നും പറഞ്ഞു കൊടുത്താൽ. ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചാല് കേന്ദ്ര ഗവൺമെന്റിന്റെ JSS എന്ന് പറഞ്ഞ ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്നാണ് ആ കോഴ്സിന്റെ പേര്. അവരാണ് ഈ JSS ആണ് ഈ കോഴ്സ് നടത്താൻ വേണ്ടി നമുക്ക് തരുന്നത്. ഈ ഒരു കോഴ്സ് മാത്രമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട്. നമുക്ക് ബ്യൂട്ടീഷ്യന്റെ കോഴ്സാണ് ഞാൻ അതാണ് എടുത്ത് നടക്കുന്നത്. ടൈലറിംഗ് ഉണ്ട്, എംബ്രോയിഡറി, പല കാര്യങ്ങളുണ്ട്. എനിക്ക് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ഞാൻ എടുത്തത്. പിന്നെ രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഒരു കോഴ്സ് ഉണ്ട്. അതും സർക്കാരിന്റെ തന്നെ ഇതിലുള്ളൊരു അണ്ടറിലുള്ള ഒരു കോഴ്സാണ്. അത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അത് ചെയ്യുന്നത്. അത് നമുക്ക് 4 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, ഇങ്ങനെയൊക്കെയാണ് ആ കോഴ്സ് പോകുന്നത്. അപ്പൊ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ ആ ലെവലിൽ അങ്ങനെയും പോവാം. അവര് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വരാം. അതാ നമുക്കൊരു ടൈം ഉണ്ടോ? നമ്മൾ ഇവിടെ വന്നിട്ടാണ് കോഴ്സ് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കാരിന്റെ കോഴ്സ് അല്ലാത്ത കോഴ്സുകളുണ്ട്. അല്ലാത്ത നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് 6 മാസത്തെ കോഴ്സ് ഉണ്ട്, 4 മാസത്തെ കോഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ ഈ ചെറിയ കോഴ്സുകളായിട്ട് 1 വർഷമാണ് മിനിമം കോഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സ് ഇപ്പൊ വീട്ടമ്മമാരായിരിക്കും, കോളേജിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും, അവർക്കൊക്കെ ഇത് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടി ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂറാണ് നമ്മൾ ഡെയിലി ഒരു ദിവസത്തെ ക്ലാസ് എടുക്കണമെങ്കിൽ ആ 5 ദിവസവും നമുക്ക് വേണമെങ്കിൽ 1 ദിവസമായിട്ട് മാറ്റാം. 2 മണിക്കൂർ സൗകര്യമാണ്. എല്ലാ ദിവസവും വരണ്ട. പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അത് പ്രാക്ടീസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓരോരുത്തരുടെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്കിവിടെ കോഴ്സ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്താനും അതിലൂടെ അവർക്ക് ജീവിതത്തിൽ വിജയിച്ചു വരാനുമുള്ള ഒരുപാട് സംഗതികൾ അല്ലെ, സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ സൽമയുടെ കോണ്ടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമായിട്ട് വരുന്നവരാണെങ്കിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അങ്ങനെയൊന്നുമില്ല. ആൺകുട്ടികൾക്കും വരാം, പെൺകുട്ടികൾക്കും വരാം. അതെ അതെ, അങ്ങനെ ഇനി ആൾക്ക് വേണ്ടിയിട്ട് മാത്രം
ഇല്ല ഇല്ല, കണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ സൽമയെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും. കൂടാതെ ഇവിടെ വന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സോ ടൈലറിങ്ങോ എന്താ വേണ്ടത് വെച്ചാൽ, പിന്നെ വേറെ എന്തൊക്കെയോ ക്രാഫ്റ്റ് പോലെയൊക്കെ ചെയ്യും, ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനിന്റെ കോഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. കൊറോണ ഒരു പ്രശ്നം. കോഴ്സൊക്കെ ഓൾറെഡി നമുക്ക് സർക്കാരിന്റെ തന്നെ ഇതിൽ നമ്മൾ അവർ പഠിപ്പിക്കാനായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾക്ക് അറിവില്ല എന്നുള്ളതാണ്. കുറെ കോഴ്സുകൾക്ക് വേണ്ടി തേടി നടക്കും, പക്ഷെ ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ അറിയുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഒരുപാട് വിവരങ്ങൾ ഇനിയും എത്തട്ടെ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഒരുപാട് സന്തോഷം. ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സെഷനെ കുറിച്ചും അത്തരം ഫേഷ്യൽ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാവുമെന്നും ഒറ്റ സെഷനിൽ തന്നെ എത്ര റിസൾട്ട് കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ അകത്തേക്ക് പോയിട്ട് സൽമയെ ഒന്ന് വിളിക്കട്ടെ. അവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പൊ ആ സെഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ കുറച്ചുകൂടെ വിശദമായി സൽമ നമുക്ക് പറഞ്ഞു തരും. സൽമ, സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. എന്താണ് ഇപ്പൊ ചെയ്യുന്ന ഫേഷ്യല്? ബ്ലോസം കൊച്ചാറിന്റെ സിൽവർ ഫേഷ്യലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല സൽമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു ഫേഷ്യലിന്റെ ഗുണം എത്രത്തോളമാണ് നമുക്ക് ഫസ്റ്റ് റിസൾട്ടില്, അതായത് ബ്രൈഡലിന് ചെയ്യാൻ പറ്റുന്നതോ എന്താണ് അതിന്റെ? എനിക്കറിയില്ല, ഫേഷ്യലിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമെന്നല്ലാതെ ഫേഷ്യൽ അറിയില്ല. ഫേഷ്യലിന് എന്താ വെച്ചാൽ ഇപ്പൊ ഗ്ലോ കിട്ടാൻ നല്ലതാണ്. പിന്നെ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് പോണെങ്കിൽ വേഗം തന്നെ വന്ന് ചെയ്ത് വേഗം തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഫേഷ്യലാണ്. എന്താ ഇതിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞു? ഇതിന്റെ ബ്ലോസം കൊച്ചാറിന്റെ സിൽവർ ഫേഷ്യൽ. സിൽവർ ഫേഷ്യൽ. അപ്പൊ ബ്ലോസം കൊച്ചാറിന്റെ സിൽവർ ഫേഷ്യലാണ് സൽമ പറഞ്ഞ ആ ഒരു ഫേഷ്യൽ. പ്രത്യേകമായിട്ട് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു എന്ന് അത്യാവശ്യമായിട്ട് നമ്മൾ പോകണം, കുറച്ച് ടാനൊക്കെ അടിച്ച് അതെ ടാനൊക്കെ അടിച്ചിരിക്കുന്ന ഇപ്പൊ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത്, പിന്നെ മാത്രമല്ല ഇപ്പൊ തണുപ്പൊക്കെ വരുമ്പോ ഡ്രൈ സ്കിൻ ആണല്ലോ ആകുന്നത്. നമ്മുടെ സ്കിൻ എത്ര സെൻസിറ്റീവ് ആവോ അത്രയും നമ്മുടെ സ്കിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഇത്തരം ഡാമേജ് ആകുന്ന സ്കിന്ന് നമുക്ക് വീണ്ടും ഒരു റീജനുവേഷൻ പോലെ തന്നെ കൊടുക്കാനായിട്ട്, ഒരു നല്ല ഗ്ലോ കിട്ടാനും, പെട്ടെന്നൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ജെന്റിലായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഫേഷ്യൽ വളരെ നന്നായിരിക്കും എന്നാണ് സൽമ പറയുന്നത്. അപ്പൊ അതിന്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ കുഞ്ഞൽദോ എന്ന് വിളിക്കുന്ന ഒരു മകൻ. വാ വാ, പേര് പറഞ്ഞേ? ആൻഫിൻ അനിക് കേട്ടോ. ഭയങ്കര ഗംഭീര പേരാ, ആൻഫിൻ അനിക്. ആള് നിസ്സാരക്കാരനല്ല, ഒരു വ്ളോഗും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ പേര് പറഞ്ഞേ? ആൻഫിൻ വ്ളോഗ്സ്. അപ്പൊ നമ്മുടെ മാജിക് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആൻഫിൻ അനിക്കിന്റെ ആൻഫിൻ വ്ളോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താണ് അതില്, എന്തൊക്കെയാണ് ആ ചാനൽ ഇടുന്നത്? കൊറേ വിശേഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഇടാറുണ്ടോ? പിന്നെ യാത്ര പോണതൊക്കെ ഇഷ്ടമാണോ? യാത്ര പോവാനൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? എല്ലായിടത്തും പോണൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലായിടത്തും പോണൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ അവൻ എന്ത് കൗതുകമായിട്ട് പറയണത് നോക്ക്. വാഗമൺ, പാരഡൈസ് അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ട്. എന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ട സ്ഥലം? ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? വാഗമൺ, പാരഡൈസ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കണ്ണൂർ ബേക്കൽ ഫോർട്ടിലൊക്കെ പോയി എന്നൊക്കെ അറിഞ്ഞാലോ? പിന്നെ കുഴിപ്പുള്ളി ബീച്ച് അവിടെയൊക്കെ പോയി. മുഴുപ്പിലങ്ങാടി അവിടെയൊക്കെ പോയി. അതൊക്കെ തകർത്തിട്ട് വന്നു, അടിച്ചു പൊളിച്ച് അല്ലേ? എത്രയല്ല പഠിക്കുന്നേ? UKG ആയിട്ടുള്ളൂ. ഞാനും ഞെട്ടി. UKG-ലായിട്ടുള്ളൂ നമ്മുടെ ആൻഫിൻ അനിക്ക്. വിഷമെടുക്കാനാണ്. നന്നായി വരട്ടെ. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഇനിയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. മാത്രമല്ല അവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്, ഇഷ്ടങ്ങൾ അനുസരിച്ച് അവർ ജീവിക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ആൻഫിൻ അനിക്കിന് എല്ലാവിധ ആശംസകളും. വെൽക്കം. ചെറിയ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സെഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാക്കുകൾ ഓരോന്നാക്കിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ.
ഫേഷ്യൽ കഴിഞ്ഞിട്ട് ആളിരിക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു നമ്മൾ ചെയ്ത ഫേഷ്യല്? സിൽവർ ഫേഷ്യലാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഓക്കെ. ആഹാ, നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരൊറ്റ പ്രാവശ്യത്തെ ഇതിൽ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് അല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സംഭവം ഹെയർ സ്പാ ആണ് കേട്ടോ. ഹെയർ സ്പായെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സൽമ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ്? യൂണിസെക്സ് ആണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും മെയിലും ഫീമെയിലും ഒക്കെ നമുക്ക് ഇവിടെ ഹെയർ സ്പാക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഹെയർ സ്പായുടെ ഒരു റിസൾട്ട്? നമ്മുടെ ഹെയർ സ്പാ എന്ന് വെച്ചാൽ നല്ല ഒരു ഹെയർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, നല്ല റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്. അതിന്റെ ഒരു ഫീലിങ്സ് ആ ഹെയർ സ്പാ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഫീലിങ്സ് വരുള്ളൂ. പറഞ്ഞാൽ അത് ചെയ്ത് അനുഭവിച്ചാലാണ് അറിയാൻ പറ്റും. നമുക്കൊരു സെഷൻ ചെയ്താലോ എങ്കിലും അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൽമ പറയുന്ന പോലെ ആ ഒരു റിലാക്സേഷന്റെ ഫീലിംഗ് നമുക്ക് ആളുടെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇവിടെ ഹെയർ സ്പായുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷമാണ് ഹെയർ സ്പാ ചെയ്യാൻ പോകുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് എത്ര മിനിറ്റ്സ് വെക്കും? ഇത് നമ്മൾ ഇത് ചെയ്ത മസാജ് ചെയ്യണം. ഓക്കെ ഓക്കെ, 20 മിനിറ്റ് മസാജ് ഉണ്ട്. 20 മിനിറ്റ്സ്. ഇപ്പോ നമ്മുടെ ഈ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വളരെ പ്രഭാപൂരമൊക്കെ പൊഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു മസാജിന്റെ സമയത്ത് ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവും. റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ലൈറ്റ് മാത്രമാണ് ഇവിടെ ഇടുന്നത്. അതിനുശേഷം മസാജ് 20 മിനിറ്റ്സ്. അപ്പോ നമ്മുടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ബ്ലൂ ലൈറ്റ് മാത്രമായിട്ടുണ്ട് കേട്ടോ. ഇനി മസാജിങ് സ്റ്റെപ്പ് അവർ കാണിക്കുന്നുണ്ട്. ആ ഒരു മസാജിങ് സ്റ്റെപ്പ് ഏതെല്ലാമാണ്, എങ്ങനെയാണ്, എന്തുമാത്രം റിലാക്സ് നമുക്ക് അതിൽ കിട്ടും എന്നുള്ളത് കണ്ടിന്യൂസ്ലി നമുക്കത് കാണാം. 20 മിനിറ്റ്സ് മസാജിങ്ങിലേക്കാണ് ഇനി പോകുന്നത്. ഒരു 20 മിനിറ്റ്സ് നേരം ഇതുപോലെ മസാജ് ചെയ്ത ആർക്കാ നല്ല പോലെ ഇഷ്ടപ്പെടാത്ത അല്ലേ? സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോ എനിക്കും ചെയ്യാൻ തോന്നുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി സ്റ്റീമിലേക്ക് പോവാം. സ്റ്റീം സെക്ഷൻ ആണ് ഇനി. ആസ് എ കസ്റ്റമർ എങ്ങനെയാണ് ഇത്? ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ടോ? നന്നായി റിലാക്സ് തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ കയ്യില് അല്ലെങ്കിൽ ചിലപ്പോ കഴുത്തിലൊക്കെ ചെറിയ ചെറിയ അരിമ്പാറകൾ വരാറുണ്ടല്ലോ, പാലുണ്ണി അരിമ്പാറ. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടല്ലേ സൽമാന്റെ അടുത്ത്? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അത് നമുക്ക് പാലുണ്ണി അരിമ്പാറൊക്കെ ഈ വാച്ച് റിമൂവിംഗ് ആണ് ചെയ്യുന്നത്. അത് നമുക്ക് അപ്പൊ തന്നെ എടുത്ത് അപ്പൊ തന്നെ കളയുന്ന ഒരു ഇതാണ്. പിന്നീട് അതിന്റെ റൂട്ട് വരെ നമ്മൾ എടുത്ത് കളയുന്നുണ്ടല്ലോ. അവിടെ ഒരു സ്കാറായിട്ടോ പാടായിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഒരു പാട് ഒരു അത് നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ പോലും അവിടെ ഉണ്ടാവില്ല. നമുക്ക് സെഷൻ ചെയ്താലോ? എങ്ങനെ കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സെഷൻ ചെയ്യാം അല്ലെ? അപ്പൊ അതിന്റെ ഒരു സെഷൻ ചെയ്യുന്നതിന്റെ കാഴ്ചയും കൂടി നമുക്ക് കാണാം കേട്ടോ. സൽമാന്റെ സലൂണിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഹെയർ സ്പായെ കുറിച്ചും ഫേഷ്യലിനെ കുറിച്ചും മറ്റു ഒരുപാട് ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. കൂടാതെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.